ഹലോ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പ്രിയപ്പെട്ട പാട്ടുകൾ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും നമസ്കാരം കേട്ടോ. ഇന്ന് ഞാൻ ഒരു അടിപൊളി ടേസ്റ്റുള്ള ഒരു പരിപ്പ് കറിയുടെ റെസിപ്പിയാണ്. പരിപ്പ് കറിയിൽ ഹെൽത്തി ആയിട്ടുള്ള മുരിങ്ങയിലയും കൂടി ചേർക്കണം. മുരിങ്ങയിലയും കൂടി ചേർത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ആ കറി എത്ര കറി നമുക്ക് എത്ര വേണമെങ്കിലും കൂട്ടിയാലും മതിയാവത്തില്ല. അതായത് നമുക്ക് ചോറിനോ ചപ്പാത്തിക്കോ പുട്ടിനോ അങ്ങനെയുള്ള എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റിയതാട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കിയിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ ചിലവർ ഉണ്ടാക്കിയിട്ടുണ്ടാവും. അറിയാൻ പാടില്ലാത്തവർക്കാണ് കേട്ടോ ഈ റെസിപ്പി. അറിയാവുന്നവർ ഇത് ഉണ്ടാക്കിയിട്ട് ടേസ്റ്റ് ഉണ്ടായിരുന്നോ എങ്ങനെയായിരുന്നു എന്ന് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഓൾ ബട്ടണിൽ അമർത്തണം. ഞാനിട്ട വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുകയും ചെയ്യും കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായ വീഡിയോസാണ് ഞാൻ നിങ്ങൾക്കായിട്ട് പങ്കുവയ്ക്കുന്നത്. അതെല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പരിപ്പ് 100 ഗ്രാം പരിപ്പ് കുക്കറിൽ മഞ്ഞൾപ്പൊടിയും ഉപ്പും പച്ചമുളകും കൂടി ചേർത്ത് നല്ലതുപോലെ വേവിച്ചെടുത്ത് മാറ്റി വെക്കാം. അതിനുശേഷം നമ്മൾ വെക്കാൻ പോകുന്ന ചട്ടി അടുപ്പത്ത് വെച്ച് കടുകിട്ട് പൊട്ടി വരുമ്പോഴത്തേക്ക് എണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടി വരുമ്പോഴത്തേക്കും വറ്റൽമുളകും വേപ്പില അതുപോലെ തന്നെ 2 ജീരകവും കൂടി ഇടണം കേട്ടോ. 2 ജീരകവും കൂടി ഇട്ട് നല്ലോണം പൊട്ടി വരും, നല്ലൊരു മണം വരും. മണം വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ മുരിങ്ങയില കഴുകി വാരി തോർത്ത് വെച്ചിരിക്കുന്ന മുരിങ്ങയില അതിനകത്തോട്ടിട്ട് ഇളക്കി നല്ല മുരിഞ്ഞ പരുവമാകണം. നല്ല മുരിഞ്ഞ പരുവമാകുമ്പോഴത്തേക്കും നമ്മുടെ മുരിങ്ങയിലേക്ക് അപ്പോഴാണ് നല്ല ടേസ്റ്റ് വരുന്നത്. അതിൻ്റെ ഒരു പച്ചച്ചുവയുണ്ട്, അത് മാറാൻ വേണ്ടിയിട്ടാണ്. അതിനകത്തോട്ട് നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും ജീരകവും ഉള്ളിയും കൂടി ചേർത്ത് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് അതിനകത്തോട്ട് ഇടണം. ഇട്ട് അതിൻ്റെ പച്ചച്ചുവ ഒന്ന് മാറി നല്ലതുപോലെ ഇളക്കി വരുമ്പോഴത്തേക്കും നമ്മുടെ പരിപ്പ് വേവിച്ച് വെച്ചതും കൂടി അതിനകത്തേക്ക് ഇടുക. എന്നിട്ട് നല്ലോണം തിളച്ച് മറിയണ്ട കേട്ടോ. ഇങ്ങനെ പൊങ്ങി വരുമ്പോഴത്തേക്കും നമുക്ക് അത് മാറ്റി വെക്കാം കേട്ടോ. ഇപ്പം താളിക്കേണ്ട ആവശ്യമില്ല. ഓൾറെഡി നമ്മൾ താളിച്ചാണ് മുരിങ്ങയില ഇതിനകത്തോട്ട് വേവിച്ചെടുത്തേക്കുന്നത്. അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം. ചപ്പാത്തിക്കോ പുട്ടിനോ എന്തിനു വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റിയ സാധനമാണ് കേട്ടോ. അതുപോലെ തന്നെ പിള്ളേർക്ക് സ്കൂളിലൊക്കെ കൊടുത്തു വിടാനും നല്ല കറിയാണ്. അധികം നമുക്ക് ചാറ് വേണമെങ്കിൽ കുറച്ചുകൂടി വെള്ളമൊക്കെ ചേർത്ത് ഉപയോഗിക്കാം. അല്ലെങ്കിൽ നമുക്ക് കട്ട പരുവത്തിലാണെങ്കിൽ നമുക്ക് കട്ടക്കറി ഉണ്ടാക്കുന്ന രൂപത്തിൽ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഏത് രൂപത്തിലാണ് വേണ്ടതെന്ന് വെച്ചാൽ ചാറിനെ അടിസ്ഥാനമാക്കി ചാറാണ് കൂടുതൽ വേണ്ടതെന്ന് വെച്ചാൽ ചാറിന് വേണ്ടിയിട്ട് വെള്ളം ചേർക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ ചേർത്താലും മതി. അപ്പോൾ ഇങ്ങനെ കട്ടക്കറി ഉണ്ടാക്കുകയാണെങ്കിൽ പിള്ളേർക്കൊക്കെ കൊടുത്തു വിടാൻ പറ്റിയ നല്ല കറിയാണ്. അതുപോലെ തന്നെ ചപ്പാത്തി, പുട്ട്, ഇടിയപ്പം ഇതിനൊക്കെ നല്ല കറിയാണ്. നമുക്കത് കൂടുതൽ ഔഷധ ഗുണമുള്ളതാണ് ഈ മുരിങ്ങയില എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരുപാട് ഔഷധ ഗുണവും ആരോഗ്യമുള്ളതാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കാൻ ശ്രമിക്കണം. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ കറി ഉണ്ടാക്കിയിട്ട് അഭിപ്രായം അറിയിക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ആർക്കും ഉണ്ടാക്കാൻ പറ്റിയതാണ്, അത്ര വലിയ പ്രയാസമൊന്നുമില്ല, ഹെൽത്തിയാണ്. അപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കൊക്കെ എല്ലാവർക്കും കൂട്ടാൻ പറ്റിയ കറിയാണ്. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കണം. നമുക്കിപ്പോൾ ഇത് ഉണ്ടാക്കി ഒരു ചമ്മന്തിയും കൂടി ഉണ്ടെങ്കിൽ കറിയൊന്നും അധികം ചോറിനോ അതുപോലെ തന്നെ ഒന്നിനും ഒരുപാട് കറികളുടെ ആവശ്യമൊന്നുമില്ല. ഇങ്ങനെ ചില ആൾക്കാർക്ക് പരിപ്പ് ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പോൾ പരിപ്പിൻ്റെ കൂടെ ഈ മുരിങ്ങയിലയും കൂടി ആഡ് ചെയ്യുക. മുരിങ്ങയിലയും കൂടി ആഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ടാവും. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. വീണ്ടും കാണാം.